ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉപ്പിയും മക്കളും മാത്രമായിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അതായത് ഉപ്പിയും ഞാനും അനിയനും അനിയത്തിയും മക്കളൊക്കെ കൂടിയിട്ടോ. നാത്തൂനും ഉമ്മയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എവിടെ നാത്തൂനും ഉമ്മ എവിടെ പോയിന്ന്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇന്നിപ്പോൾ നാത്തൂനും ഉമ്മയൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ തന്നെ എണീറ്റ് കിച്ചണിൽ കയറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തലേ ദിവസം ഉമ്മ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, രാവിലെ അപ്പം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം മുമ്പത്തെ പോലെ അല്ല കേട്ടോ, മക്കളുടെ സ്കൂളും മദ്രസും സോനുവിൻ്റെ 10ാം ക്ലാസ്സും ട്യൂഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിലൊന്നും അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റാറില്ല. മാസത്തിൽ 1-2 ദിവസം നിന്നാലായി. അതും ഞാനും അനിയത്തിയും പ്ലാൻ ചെയ്ത് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം അടിച്ച് പൊളിച്ച് നിൽക്കും. പിറ്റേ ദിവസം കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം രാത്രി 12 മണിയാകുമ്പോൾ അനിയൻ കട അടച്ച് വരൂലേ, എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടുകളിലേക്ക് എത്തിച്ചേരുക കറക്റ്റോ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കാറുള്ളൂ. ഈ വീട് നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച വീടാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കട ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ ഈ വീട്. ഇതിൽ നമ്മളെ പഴയ വീടിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞു വീടാണ്. നമ്മളെ പഴയ വീട് ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണ് കേട്ടോ ഒരു ഫാമിലിക്ക്. കാരണം അതിൽ ആൾതാമസം അല്ലാണ്ട് ഇടുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയി പോകണ്ട വിചാരിച്ചിട്ട് നല്ലൊരു ഫാമിലിനെ കിട്ടിയപ്പോൾ അവർക്ക് റെൻറ്റിന് കൊടുത്തതായിരുന്നു. മക്കൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ. അവർക്കിപ്പോൾ സ്കൂളും മദ്രസും ഒരുമിച്ചില്ലാണ്ട് ഒരു ഒഴിവ് കിട്ടിയേക്കല്ല. അപ്പം ഇനിയിപ്പോൾ രാവിലെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അത് ഈ മിക്സിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആദ്യം നൈഷക്കുട്ടി എണീറ്റ് വരും കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ ഡബിൾ വോയിസ് ആണോ എന്നുള്ളത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാന്നുള്ളത് എനിക്കറിയില്ല. പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ 2 സൗണ്ട് വേരിയേഷൻ ഉള്ളത്. അതെന്താണെന്ന് വെച്ചാലേ ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന ടൈമിലൊക്കെയാണ് വോയിസ് ഓവർ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ സമയത്തും ഒരേ സൗണ്ട് മോഡുലേഷൻ ആവില്ലല്ലോ. രാവിലെ ഒരു ടൈപ്പ് സൗണ്ട് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി സൗണ്ടിലൊരു ചെറിയ മാറ്റം വരില്ലേ, അങ്ങനെയുള്ള മാറ്റങ്ങളാണ് കേട്ടോ. നമ്മൾ മലപ്പുറത്തായിട്ട് ഒരു ദേശീയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സീയപ്പം. ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും ഈ ഒരു അപ്പം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ അനിയനും ഉപ്പാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അപ്പം. കാരണം നമ്മൾ കടയിൽ പൊറോട്ടയും ചപ്പാത്തിയും ദോശയും വെള്ളപ്പം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാറുള്ളൂ, ഇത് ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ അനിയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനക്ക് കുറേ അപ്പം വേണം കേട്ടോ രാവിലെ കഴിക്കാൻ. കാരണം ഇത് അത്ര കനല്ലാത്തൊരു ഐറ്റം അല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതും. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അനിയത്തിൻ്റെ മോളാണ് നഷ്വ. ഓൾ കുറച്ച് നേരമായിട്ട് എണീറ്റിട്ട് ഓളാണ് എൻ്റെ ക്യാമറാമാനോന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും രാവിലെ നല്ലൊരു ചൂട് കട്ടനൊക്കെ എടുത്തിട്ട് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അനിയത്തിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീഡിയോ എടുക്കലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരപ്പം ചട്ടിയിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യണം. ഈ ഒരു അപ്പം എങ്ങാനും ചട്ടിയിൽ കരിഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത അപ്പം ചുടുമ്പോഴാണ് കേട്ടോ പണി കിട്ടുക. കാരണം അത് ചിലപ്പോൾ അങ്ങനെ ഒട്ടി നിൽക്കും ചട്ടിയിൽ, പിന്നെ പണിയാവും. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾക്കുള്ള 8ൻ്റെ പണി ഒരു കവർ നിറയെ കൊടുത്തു വിട്ടിട്ടുണ്ടോ ഉപ്പ. ഇനിയിപ്പോൾ ആ ഒരു ചിക്കനൊക്കെ വെച്ചിട്ട് വേണം ഇന്നത്തെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ വരുന്നത് തന്നെ എങ്ങനെ ഒരു ദിവസം മാക്സിമം പണി എടുക്കാണ്ട് കടയിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് ലാവിഷായിട്ട് തിരിച്ചു പോവാന്ന് ചിന്തിക്കുമ്പോൾ ഉപ്പ നേരെ ഉൾട്ടയുണ്ടോ ചിന്തിക്കുക, എങ്ങനെ ഞങ്ങളെ കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിപ്പിച്ച് പണിയെടുപ്പിച്ചിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാന്നാണ് ഉപ്പ ചിന്തിക്കുക. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരുന്നത് അവിടെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 10 മണിയായപ്പോഴേക്കും ആശാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ചൂടോടൊപ്പം ഇങ്ങനെ ആ പാത്രത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി, അത് പോണ വഴി അറിയില്ല. ഇപ്പം രാവിലെ ഒരു 10 മണിയായപ്പോഴേക്കും കടയിലത്തെ പണിയൊക്കെ തീർത്ത് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഉമ്മയും നാത്തൂനും ഇല്ലാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഇന്ന് അനിയന് പകരം കടയിലേക്ക് വയ്ക്കണം കേട്ടോ. കാരണം അനിയന് രാവിലെ ഒരു 8 മണിക്ക് കടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓന് ഉച്ചക്ക് റെസ്റ്റിന് കുറച്ച് സമയം വരും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി 12-1 മണിയാവും കേട്ടോ കട അടച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും പരാതി കേട്ടോ, ഞങ്ങളിവിടെ വീട്ടിൽ വിരുന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റണില്ല, ഓരോ കൂടെ ഇപ്പം ഞങ്ങളെ കൂടെ ഓനക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെയുള്ള വലിയ പരാതിയാണ്. അപ്പോൾ ആ ഒരു പരാതി തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉമ്മ കടയിൽ പോയിട്ട് ഓനെ ഇവിടെ ഫ്രീ ആക്കി ഇട്ടതാണ് കേട്ടോ. ഉപ്പ പിന്നെ രാവിലെ നേരത്തെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ജോലിയൊക്കെ തീർത്ത് തിരിച്ചു വരാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ വിരുന്ന് വന്നാൽ രാവിലെ ഉപ്പാൻ്റെ കൂടെ ഞങ്ങളും കടയിൽ പോകും കേട്ടോ. എന്തിനാന്ന് ഉപ്പാക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉപ്പാക്ക് ഞങ്ങൾ കണ്ടാൽ എത്ര പറഞ്ഞാലും തീരാത്തത്ര വർത്താനം പറയാനുണ്ടാവും കേട്ടോ. ഭയങ്കരമായിട്ട് സംസാരിക്കും. കാരണം ഉപ്പാൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ വെച്ചാൽ ഞങ്ങൾ മക്കൾ തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം, അങ്ങനെ ഒരു ഉപ്പയാണ് കേട്ടോ. പിന്നെ അനിയനാണെങ്കിലോ ഈ കടയിൽ ഇങ്ങനെ എപ്പോഴും ആയത് പറഞ്ഞേ ഓനക്ക് ഞങ്ങളെ കാണാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, രാത്രി ഒരു 8
8 മണിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് തിരക്കൊഴിഞ്ഞൊരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ കടയിലേക്ക് പോകും. എന്നിട്ട് കുറേ സമയം ഓൻ്റെ കൂടി അങ്ങനെ ചിലവഴിച്ചിട്ട് ഒരു 10-12 മണിയാകുമ്പോൾ കട അടച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ടൗണിലൊക്കെ പോയി ഒന്ന് കറങ്ങി ചുറ്റിയടിച്ച് വന്നിട്ട് വീട്ടിലേക്ക് വരും. അങ്ങനെ ഓനിക്ക് ഞങ്ങളെ കാണാൻ പറ്റണില്ല, സംസാരിക്കാൻ പറ്റണില്ല, നല്ല പരാതി അങ്ങനെയും തീർക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പാവം ഉമ്മ ഏതായാലും പോട്ടെ, ഇന്ന് ഉപ്പയും മക്കളൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ, ഓലൊന്ന് ഹാപ്പി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ കടയിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ജോലിയൊന്നുമല്ല, ഉമ്മക്ക് അവിടെ ക്യാഷിൽ ഇരുന്നിട്ട് അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആരും കടയിൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇടങ്ങാറല്ലേ. അപ്പം അതുകൊണ്ട് ഉമ്മ എപ്പോഴും നമ്മൾ കൂടെ ഉള്ള ആളല്ലേ, നമ്മളിവിടെ വന്നാലും ഉമ്മ കൂടെ ഉണ്ടാകുമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഉമ്മ മാറി നിന്നിട്ട് ഞങ്ങൾ മക്കളും ഉപ്പാക്കൊരു അവസരം തന്നതാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ നാത്തൂനും കുട്ടി അവിടെ പോയിന്ന് വെച്ചാൽ അവളുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരായതുകൊണ്ട് അവളുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ വരവൊക്കെ പെട്ടെന്ന് ഉണ്ടായൊരു വരവായിരുന്നു. അപ്പം ഞങ്ങൾ അവളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. അവളുടെ കെട്ടിയോൻ്റെ കുക്കിങ്ങൊക്കെ ഞാൻ പറയായിരുന്നു അവനോട്, മിക്കവാറും അവൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും എന്നുള്ളത്. ഇങ്ങനെ ഒരു മൊമെന്റ്സ് ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടും ഒരുപാട് വർഷങ്ങളായിട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഒന്നും ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങളിത് ഓരോന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നാത്തൂന് അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെങ്ങന്മാര് വന്നപ്പോ എന്താ ഹെൽപ്പ് അല്ലേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കണ്ടിട്ട് ഓളും കുട്ടി അവിടെ നിൽക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളു കേട്ടോ. കുട്ടി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാരും കൂടി കണ്ടിട്ട് തെറ്റിപ്പോയിട്ടോ. ഓൾക്ക് പിന്നെ ആങ്ങൾ ഇന്ന് വരെ ആയതുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോയിട്ട് ഓരെ കൊടുന്നിരുന്നു. കാരണം ഓരും കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുമ്പോഴാട്ടോ ഒന്നും കൂടി രസം. ഓൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഏറ്റുപിടിച്ചപ്പോൾ കുക്കിംഗ് ഒക്കെ അങ്ങോട്ട് ചടപടയെന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പാൻ്റെ വകയാണ് നെയ്ച്ചോറ്, അനിയൻ്റെ വക നല്ല ചിക്കൻ ചില്ലിയും, അനിയത്തിൻ്റെ വക നല്ലൊരു ചിക്കൻ കറി ഉണ്ട്. ഞാൻ പിന്നെ എല്ലാത്തിൻ്റെ ഓളിനോളായിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അനിയൻ്റെതാ ഈ വികൃതി ഉണ്ടല്ലോ, ഇതിന് ഒരു മാറ്റമല്ല കേട്ടോ. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കുറേ ആയിട്ടുണ്ടാവില്ലേ കണ്ടിട്ട്, കുറേ മുന്നത്തെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്വഭാവത്തിന് ഇപ്പോഴും യാതൊരു മാറ്റമില്ല കേട്ടോ. ഇതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കുട്ടികളെ തമ്മി കണ്ടു കഴിഞ്ഞാൽ മാമനും മക്കളും ഒരു കണ്ടെത്തി ചേരൂല. ഇപ്പോൾ എൻ്റെ കുട്ടിയും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് എന്നുള്ളൊരു മാറ്റമുള്ളൂ കേട്ടോ. അങ്ങനെ അനിയന് ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഫുഡ് കഴിക്കാൻ നേരത്താണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വീട്ടിൽ വന്നാൽ ഈ ഒരു ചിക്കൻ ചില്ലി മസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക്. കാരണം ഉമ്മ ഇതിങ്ങനെ നമ്മളെ ചിക്കൻ പക്കോട ഉണ്ടാക്കി കൊടുക്കൂല, അതുപോലെ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മാൻ്റെ ഈ ഒരു ചിക്കൻ ചില്ലി. ഇപ്പോഴുള്ള എൻ്റെ ഉപ്പാൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ ആ ഭാവത്തിൽ നിന്ന് എന്താ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റണമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്കറിയാം എന്താണ് ആ ഭാവം എന്നുള്ളത്, നിങ്ങൾക്കറിയാമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഇതാ ഫുഡ് ആയ പടത്തന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പക ഒരു ക്ഷമയില്ല കേട്ടോ. ഒരുമിച്ചിരുന്ന് വേഗം കഴിക്കണം ഫുഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തിനും സമയത്തിനും കൂടിയൊന്നുമില്ല കേട്ടോ. ഭക്ഷണം കഴിക്കൽ മാത്രം കാര്യമായിട്ട് നടക്കും. കാരണം അത് ഓരോ ടൈമിലും ഓരോന്നായിട്ട് എൻ്റെ ഉപ്പാക്ക് വേണം. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപ്പ ഓരോന്ന് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കഴിക്കുക, അതാണ് കേട്ടോ ഇഷ്ടം. അല്ലാതെ കടയിൽ നിന്ന് കൊടുത്തിട്ട് കഴിക്കണതിനോട് താല്പര്യമല്ല. പക്ഷെ ഞങ്ങൾ കടയിൽ നിന്ന് കൊടുന്ന് കഴിക്കും കേട്ടോ. ഉപ്പാക്ക് വേണ്ടത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഫുഡിന്റെ റിവ്യൂ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ചൂടോടെ തന്നെ കേൾപ്പിച്ചേരാം. ഒന്നും പറ്റില്ല, അത് നിങ്ങളെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പറ്റാത്ത. ഇപ്പൊ കേട്ടില്ലേ ജെന്യൂൻ ഫീഡ്ബാക്ക്. ഇതിൽ നെയ്ച്ചോറുണ്ടാക്കിയത് ഉപ്പായിരുന്നു എന്നുള്ള കാര്യം ഇപ്പൊ മറന്നു കേട്ടോ. നെയ്ച്ചോറിൽ ഉപ്പ് കൂടി എന്നൊക്കെ ആയിരുന്നു പ്രശ്നം. അപ്പൊ ഞങ്ങൾ ഉപ്പ് അങ്ങനെല്ലാം ഉപ്പിട്ടെന്ന് വെച്ചപ്പോൾ പറയണേ അത് നിങ്ങൾ വെറുതെ വരാതൊക്കെ നിങ്ങൾ തന്നെ ഇട്ടിക്കണെന്ന്. എങ്ങനെയുണ്ട്? അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉപ്പ് പിന്നെ എവിടെ കറങ്ങുകയാണെങ്കിലും ഞങ്ങളും കൂടെ ഇറങ്ങും കേട്ടോ. അതിപ്പോൾ മീൻ വാങ്ങാൻ പോവുകയാണെങ്കിലും ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും. ഉപ്പാക്ക് ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞങ്ങൾ വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പോകും കേട്ടോ. ചിലപ്പോൾ ഉപ്പ ഞങ്ങളെ കൊണ്ടുപോകാൻ എന്തിനാണെന്നറിയോ, എവിടെയെങ്കിലും ഒരു വീടൊക്കെ കാണും കേട്ടോ, നല്ല ഭംഗിയുള്ള വീട്. എന്നിട്ട് പറയും ഞാൻ ആ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഷോപ്പൊക്കെ കണ്ടിട്ട് ഹോട്ടലിന് പറ്റിയ നല്ല ഏരിയ ഒക്കെ നോക്കിയിട്ട് പറയും അവിടെ ഞാൻ നല്ലൊരു കട കണ്ടിക്കണ് നമുക്ക് പോയി നോക്കാറുണ്ട്, അങ്ങനെ പോകും. ചിലപ്പോൾ നല്ല പ്ലോട്ടുകൾ ഉണ്ടാവില്ലേ, അത് കണ്ടാൽ അത് കാണിച്ചു തരാൻ കൊണ്ടു. അങ്ങനെ ഇന്ന കാരണം എന്നൊന്നുമില്ല കേട്ടോ, വെറുതെ കാരണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ പോകും. കാരണം ഉപ്പാൻ്റെ കൂടെ ഈ ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, പഠിച്ചോൻ്റെ ദുനിയാവിൽ പിന്നെ വേറെ ഏത് വണ്ടിക്ക് ഈ ഒരു സന്തോഷം തരാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള വയലോരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ പുതിയൊരു ഷോപ്പുണ്ട് ഓപ്പൺ ആയിട്ട്. അപ്പം അവിടെ വന്നിട്ടുണ്ട് ചായ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസിലാണ്
റൂമിലാണ് കേട്ടോ ആ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോകാനായപ്പോഴേക്കും അവിടെ ഫുൾ ആളായിട്ടോ. പിന്നെ ഉപ്പ എണീറ്റൊക്കെ നിന്നെടുത്തു ചില കസ്റ്റമേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉപ്പ ഈ ഹോട്ടൽ നടത്തി ശീലമുള്ള ആളായത് കാരണം ഇങ്ങനെ കൂടുതൽ ആളൊക്കെ വന്നപ്പോൾ പിന്നെ ഉപ്പാക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റണില്ല. ഒരു ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് കസാരൊക്കെ എടുത്ത് ഒരു കൊടുത്തിട്ട് ഉപ്പ അവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ അവിടുന്ന് നല്ല ചൂട് ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഉപ്പാൻ്റെ കൂടെയുള്ള കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അനിയൻ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഊഴം ഓനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. കുറേ ആയിട്ട് ഞാൻ ഓനോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഓനക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നുള്ള കാര്യത്തിൽ. കാരണം ഓനിക്ക് ഈ കടിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് ഒന്നിനും ഒഴിവ് കിട്ടൂല കേട്ടോ. ഇനി കിട്ടുന്ന ഒഴിവിന് ഓനോട്ട് പോയിട്ട് ഡ്രസ്സ് എടുക്കുകയും ചെയ്യൂല. ഇപ്പോൾ ഷോപ്പിൽ എപ്പോഴും ഇടണ്ടതല്ലേ, അപ്പോൾ ഓൻ്റെ ഡ്രസ്സുകളൊക്കെ ഡാമേജ് ആയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയത് എടുക്കാൻ വേണ്ടി പോകാനിട്ട് ഏതായാലും കിട്ടിയൊരവസരമല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടൂല, ഓനിക്ക് ഫുള്ളൊരു ലീവല്ലേ. അപ്പോൾ നമ്മളിതാ അവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഓനിക്ക് അങ്ങനെ വലിയ നോട്ടൊന്നും ഇല്ല കേട്ടോ, നമ്മൾ എന്താണോ എടുത്തെടുത്തത് ഓൻ അതിൽ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ഓനക്ക് വേണ്ട ഡ്രസ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 3-4 ഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഓനും ഡ്രസ്സും കൂടി ഡ്രസ്സിങ് റൂമിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ മിറർ സെൽഫി എടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനവിടെ ഓരോ ഐറ്റം ഇട്ടിട്ട് ഇങ്ങനെ കൊടുന്ന് കാണിച്ചു തരുന്നു കേട്ടോ, ഇത് പറ്റുമോ എന്ന്. നമുക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓനും പറ്റിയിട്ടില്ല കേട്ടോ, അതാണ്. അല്ലാണ്ട് ഓനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടങ്ങളൊന്നുമില്ല. അങ്ങനെ 6 മണിയാകുമ്പോഴേക്കും ഓനക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗത്തിൽ ഷോപ്പിംഗ് ഒക്കെ കഴിച്ചതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ നേരെ തിരിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീട്ടിൽ വന്ന് കയറിയ പാടെ കണ്ട നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. എൻ്റെ നൈശക്കുട്ടി അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് നിലനിർത്തി കൊടുക്കട്ടെ. കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു ചെറിയ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് മുഴുവനായിട്ട് കണ്ടവർക്ക് മാത്രമേ അതിൽ ഗിവ് അവേ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ എം എന്ന് മെൻഷൻ ചെയ്തിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആൾക്ക് 1000 രൂപയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് പിക്കർ വഴി നമുക്ക് ആ ഒരു വിന്നർ ആരാന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒരുപാട് കമൻറ്റ് ഉള്ളതുകൊണ്ട് നേരിട്ട് ഒരാളെ എനിക്ക് പിക്ക് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിന്നർ. സമീന യൂസഫ് എന്നാണ് വിന്നർ നെയിം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗിവ് അവേ വിന്നർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻബോക്സിൽ ഒന്ന് DM ചെയ്തേക്കണേ. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്